ക്ലാസ് എടുക്കുന്നതിന്റെ പേജ് നമ്പർ ആർക്കെങ്കിലും അറിയോ? ഇന്നലത്തെ കണ്ടിന്യൂഷൻ ആണോ എടുക്കുന്നത്? അല്ല നിങ്ങൾ പുതിയതായിരിക്കും എടുക്കുന്നതെന്ന് തോന്നുന്നു. Good afternoon. Good afternoon, ma'am. Good afternoon. Start ചെയ്തോളൂ. prayer start ചെയ്തോളൂ. ആരുമില്ല prayer പാടാനായിട്ട്? ഞാൻ പാടാം. Okay. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിൻ്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങും. വിജ്ഞാനമേകും നേരിന്റെ പാദനയിക്കേണമേ നീ. നേരിന്റെ പാദനയിക്കേണമേ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. താങ്ക് യു. Okay. Sign in madam. Sign in. മാം ഇന്നലെ ചോദിക്കാൻ നിങ്ങളൊന്നും പ്രിപ്പയർഡ് ആയിട്ടില്ല. അതെ, നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഓക്കെ, സാറില്ല. അപ്പൊ നെക്സ്റ്റ് ഡേ തുടങ്ങി ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, എന്റെ പേരറിയോ എല്ലാവർക്കും? MT10-കാർക്കും 11-കാർക്കും അറിയാൻ പറ്റുമല്ലേ? അവർക്ക് ക്ലിയർ ആയിരിക്കും എന്റെ മുഖം അല്ലെ? ക്ലാസ് എടുക്കുന്നതാണ്. ഓക്കെ, എന്റെ പേര് ഞാൻ പരിചയപ്പെടുത്താം. എന്റെ പേര് മിൽറോസ്. വീട് മുത്തുകുന്നം, നമ്മുടെ ഓഫീസിന്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ, MT9-കാരുണ്ടോ ഇതിനകത്ത്? ഓക്കെ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമോ? ഓരോരുത്തരും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ. I am Tanuja Krishna from Alappuzha. ഓക്കെ, തനുജ. I am Roshni from Adur. അടൂർ. ഓക്കെ. I am Amrita from Bangalore. ഇത്രയും പേരുള്ളോ MT9? Hello ma'am, I am Surin S. Nair. I am from Kottayam. I am Sapira from Kannur. ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, MT11-കാരുണ്ടല്ലേ? അവർക്ക് എക്സാം അല്ലേ, ടേം എക്സാം? അതെ മാം. ട്യൂഷനൊക്കെ കഴിഞ്ഞില്ലേ? പ്രിപ്പയർ ആയോ? ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് മാം. ഓക്കെ, നന്നായിട്ട് എക്സാം ചെയ്താട്ടോ. നമ്മുടെ PGയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെ? ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ അപർണ മിസ് ആയിരുന്നു അല്ലെ?
യെസ് മാം. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? എങ്ങനെയുണ്ടായിരുന്നു? കമ്പാരിറ്റീവ്ലി ടഫ് പോലെ ഉണ്ടായിരുന്നു. ടഫാണല്ലേ? ഓക്കെ, നമ്മുടെ സബ്ജക്ട് ചാപ്റ്റേഴ്സ് ഒക്കെ ഇത് ടഫാണ്. എന്താണ് ഡിപ്ലോമ അല്ലെങ്കിൽ എന്താണ് ഡിപ്ലോമ കഴിഞ്ഞ് PG മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഇതാണല്ലേ ഡിപ്ലോമ കഴിഞ്ഞ് PG വരുമ്പോ. ഓക്കെ, അപ്പോ അതിന്റെ ചാപ്റ്റേഴ്സ് ആയാലും ഇത്തിരി ബുദ്ധിമുട്ടാണ്. കൊമേഴ്സ് ഫീൽഡിലുള്ള ആളുകളുണ്ടോ നമ്മുടെ ക്ലാസ്സില്? കൊമേഴ്സ് ആണോ എല്ലാവരും? ഇല്ല. ശ്രുതി, അംഗീത, ആരെങ്കിലും ഉണ്ടോ? +2 കൊമേഴ്സ് ആയിരുന്നു. അമൃത, ഷഫീറ. ഓക്കെ, അവർക്കൊക്കെ ഫസ്റ്റ് യൂണിറ്റ് പഠിക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. 5 അല്ലായിരുന്നു. 5 ഏതായിരുന്നു സബ്ജക്ട്? ഹ്യൂമാനിറ്റീസ് ആയിരുന്നു +2. ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. സാരില്ല, കുഴപ്പമില്ല. അപ്പോ നമ്മള് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് 4th മൊഡ്യൂളിലെ ഫസ്റ്റ് യൂണിറ്റ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്. ഇതിന്റെ മീനിങ് പഠിക്കാനുണ്ട്, നേച്ചർ ആൻഡ് സ്കോപ്പ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് സ്റ്റാർ ഇട്ട് കൊടുത്തിരിക്കുന്ന പോർഷനില്ലേ, കുറച്ച് പോർഷൻസ് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പോ അതൊക്കെ എന്താണ് പറയുന്നതെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം, വാട്ട് ഈസ് മാനേജ്മെന്റ്? എന്തായിരിക്കാം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്? എന്തെങ്കിലും പറയാൻ പറ്റുമോ? മാനേജ്മെന്റ് എന്താണ് മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും? വാട്ട് യു മീൻ ബൈ മാനേജ്മെന്റ്? ഒരു സ്ഥാപനത്തിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് മാനേജ്മെന്റ് ആയിരിക്കും. അഡ്മിനിസ്ട്രേഷൻ എല്ലാം ഈ മാനേജ്മെന്റ് വരും. തനൂജ എന്താ പറഞ്ഞേ? ഞാനും അത് തന്നെയാണ് മിസ്റ്റർ പറയാനായിട്ട് വന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ് ഉണ്ടോ? ഓക്കെ, അമൃത എന്താ പറഞ്ഞേ? കേട്ടില്ല. ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിനെ പറ്റിയുള്ള എല്ലാ പ്ലാനിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്നത്, മൊത്തം അവരെ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യുന്നതും ഒക്കെ മാനേജ്മെന്റ് ആൾക്കാരായിരിക്കും. ഓക്കെ, ആർക്കെങ്കിലും? ശ്രുതി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ററാക്ട് ചെയ്ത് ഇങ്ങനെ ക്ലാസ് എടുത്ത് പോവാട്ടോ. കേണോ നിങ്ങള്? ഓക്കെ, ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യോ? വാട്ട് ഈസ് മാനേജ്മെന്റ്? ഓക്കെ, തനിജ വായിച്ചു. What is management? അത് മതി. The verb manage comes from Italian managere, to handle special tools, which derives from the Latin word manus, that is hand. The French word management, letter management, determine the development in meaning of the English word management. Voice clear illa ma'am. വോയിസ് ക്ലിയർ ആവുന്നില്ല, നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടാവും. തനുജ വോയിസ് ക്ലിയർ അല്ലല്ലോ, വേറെ ആരെങ്കിലും വായിച്ചു? കറക്റ്റ് ആയിട്ട് കേൾക്കുന്നില്ല ഞങ്ങൾക്ക്. വേറെ ആരെങ്കിലും വായിച്ചോട്ടെ മിസ്? ഓക്കെ ഓക്കെ, അംഗീത. ഓക്കെ, The verb manage comes from the Italian managius, to handle, specially tools, which derives from the Latin word manus, hand. It means hand. The French word management, later management, determined the development in meaning of the English word management in the 70th and 80th centuries. Management in business and organization is the function that coordinates the effort of people to achieve goals and objectives using available resources efficiently and effectively. Management contains planning, organizing, staffing, leading or directing, and controlling an organization or initiative to achieve a goal. Resourcing surround the development and manipulation of human, financial resource, technological resource, and natural resource.
Management is also an academic discipline, a social science whose object of study is the social association. Another way people talk of management is to define it as an art, a science, an organization, a person, a discipline, or a process. Let us consider each of these in rotation. Okay, ma'am. ഓക്കെ എന്താ വായിച്ചപ്പോ മനസ്സിലായോ? പാരഗ്രാഫിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായോ? മാനേജ്മെന്റ് ഇത് ഇംഗ്ലീഷ് വേർഡ് വന്നത് 17th ആൻഡ് 18th സെഞ്ചുറിയിൽ എന്തിനാ വേണ്ടി മീൻസ് ഓർഗനൈസേഷൻ ടു ഇനിഷ്യേറ്റ് ദി അച്ചീവ് ഗോൾ. അതിന്റെ ഒരു കമ്പനി, ഒരു എക്സാമ്പിൾ പറയുന്ന കമ്പനി അതിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണമായിട്ട് മാനേജ്മെന്റ് എന്നുണ്ടാകുന്നു. ആ മാനേജ്മെന്റിൽ അവർ ചെയ്യുന്ന വർക്ക്സ്, ആ സ്റ്റാഫ്, ഐ മീൻ ഓർഗനൈസേഷൻ മീൻസ് റിസോഴ്സ്, ടെക്നോളജി, റിസോഴ്സ് ആൻഡ് നാച്ചുറൽ അതെല്ലാം വന്നിട്ടുണ്ടാവും. അങ്ങനെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വേറെ ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം മാം. ഓക്കെ. The manage, it comes from a Latin word. മാനേജ്മെന്റ് എന്നുള്ളതിൽ മാനേജ് എന്നുള്ള ആ വാക്ക് വന്നത് ലാറ്റിൻ വേർഡ് എന്നാണ്. പിന്നെ മാന്യൂസ്, ഹാൻഡ്, ഇറ്റ്സ് ഫ്രം ദ ലാറ്റിൻ വേർഡ്. അതും ഇറ്റാലിയൻ വേർഡും ലാറ്റിൻ വേർഡും ആണ്. ഇതൊക്കെ എനിക്കിപ്പോ പഠിക്കുമ്പോൾ പ്ലസ് ടുവിൽ പഠിച്ച ഓർമ്മയൊക്കെ വരികയാണ് മാം. മാനേജ് ഓൾഡ് മെമ്മറീസ് റിക്കവർ ചെയ്ത പോലെ ഉണ്ട്. The French word mismanagement, later management, derived from the development of the meaning of English word in the 17th and 18th century. 17th 18th സെഞ്ചുറിയിലാണ് ഈ ഫ്രഞ്ച് വേർഡ് എന്നാണ്, ഫ്രഞ്ച് മിസ്മാനേജ്മെന്റ് എന്നുള്ള വേർഡ് എന്നാണ് ഈ മാനേജ്മെന്റ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. മാനേജ്മെന്റ് ഇസ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ആസ് എ മാനേജ്മെന്റ് ആയിട്ട് കോമൺ ആയിട്ട് പറയണമെങ്കിൽ ഒരു കമ്പനി മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മാനേജ്മെന്റ് വേണം. ആ മാനേജ്മെന്റിലാണ് ഈ പ്ലാനിങ്, ഫസ്റ്റ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്ലാനിങ്. ആ പ്ലാനിങ് നന്നായാലാണ് ഓർഗനൈസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. പ്ലാനിങ് പ്രോപ്പർ അല്ലെങ്കിൽ ഓർഗനൈസ് എത്ര തന്നെ ചെയ്താലും കറക്റ്റ് ആവില്ല. അതേപോലെ സ്റ്റാഫിങ്, ഈ മാനേജ്മെന്റിൽ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് അവിടെ നമ്മൾ നിർത്തുന്ന സ്റ്റാഫ്സ് അവരും കൂടിയിട്ട് നമ്മുടെ ഈ മാനേജ്മെന്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ലീഡിങ് ആൻഡ് ഡയറക്ടിങ്, മാനേജ്മെന്റിൽ ഈ നമ്മൾ ഈ സ്റ്റാഫ്സ് ചെയ്യേണ്ട മാക്സിമം നല്ല കറക്റ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ലീഡിങ്. നമുക്ക് താഴെയുള്ള ലേബേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനീന്റെ ബേസിലാണ് പറയുന്നത് മാം, ലേബേഴ്സ് ആയിക്കോട്ടെ അവരിനൊക്കെ കറക്റ്റായി ലീഡ് ചെയ്ത് പോകണം. അതർവൈസ് ഇവർ ഡയറക്റ്റ് ആയിട്ട് ലീഡിങ് ആയിക്കോട്ടെ തെറ്റായ രീതിയിലാണെങ്കിൽ ആ കമ്പനി മൊത്തത്തിൽ ഫ്ലോപ്പ് ആവും ഫസ്റ്റ്. അതേപോലെ കൺട്രോളിങ്, ആ മാനേജ്മെന്റിന്റെ കയ്യിലായിരിക്കണം മൊത്തം കൺട്രോളും. ഇതിപ്പോ നമ്മൾ ആർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അവര് നോക്കട്ടെ ഇവര് നോക്കട്ടെ എന്ന് പറഞ്ഞാലും ആ ഒരു ഓർഗനൈസേഷനിൽ കുറെ മിസ്റ്റേക്സും ഇതൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. കൺട്രോളിങ് ആൻഡ് ഓർഗനൈസേഷൻ ഇനിഷ്യേറ്റീവ് അച്ചീവ് എ ഗോൾ, ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ഈ മാനേജ്മെന്റിന് അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് മാം അതുവരെ പറഞ്ഞിട്ടുള്ളത്. റിസോഴ്സ് സറൗണ്ടിങ് ദ ഡെവലപ്മെന്റ് ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഹ്യൂമൻ, ഫിനാൻഷ്യൽ റിസോഴ്സ്, ടെക്നോളജി റിസോഴ്സ് ആൻഡ് നാച്ചുറൽ റിസോഴ്സ്. നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ്, അങ്ങനെ കുറെ റിസോഴ്സസ് അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായത്. അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും മാനേജ്മെന്റ് ത്രൂ. Management is also an academic discipline, a social science whose objective of study in the social association. Another way people talk about a management is defined. It has an art, science, organization, a person, a discipline. Management ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ. നമുക്കിപ്പോൾ സ്കൂൾ ലെവൽസിൽ നോക്കുമ്പോൾ ആ മാനേജ്മെന്റ് ആണ് സ്കൂളിലെ എല്ലാ കാര്യങ്ങളും നോക്കി പോണത്. ആ കുട്ടികളുടെ അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ കാര്യം, അവിടുത്തെ ഡിസിപ്ലിൻ, അവിടുത്തെ ഓർഗനൈസേഷന്റെ എല്ലാ കാര്യങ്ങളും നോക്കി പോണത് ആ മാനേജ്മെന്റിന്റെ അണ്ടറിലായിരിക്കും. അത് എപ്പോഴും നമുക്ക് കറക്റ്റ് ആയിട്ട് വേണം. അതായത് ഇപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിലും അല്ല ആനുവൽ ഡേ പ്രോഗ്രാം ആയിക്കോട്ടെ, എന്തൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യണമെങ്കിലും അത് മാനേജ്മെന്റിന്റെ താഴത്ത് അവർ ഓർഗനൈസ് കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റ് ഇതായിട്ട് പ്രോപ്പർ ആയിട്ട് വരിക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഒരു ഇതിൽ പറഞ്ഞതാണ്. ഒരു ചെറിയൊരു കൺസെപ്റ്റ് പറയാം, ആ പാരഗ്രാഫിന്റെ ചെറിയൊരു കൺസെപ്റ്റ് പറയാം. മാനേജ് എന്ന ക്രിയ അല്ലെങ്കിൽ ആ വെർബ് അതിന്റെ ഇറ്റാലിയൻ പദമായിട്ടുള്ള മേനേഗിയർ എന്നതിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതെന്താണ് ലാറ്റിൻ പദമായിട്ടുള്ള മെനുസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് എന്നാണ് അർത്ഥം, എന്നതിൽ നിന്നാണ് ഉരുതിരിഞ്ഞു വന്നിരിക്കുന്നത്.
അതുപോലെ 18th ആൻഡ് 17th സെഞ്ചുറീസിൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഇംഗ്ലീഷ് വേർഡിന്റെ മീനിങ് അതിന്റെ ഡെവലപ്മെന്റ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് മെസ്നേജ്മെന്റ് എന്ന ഫ്രഞ്ച് പദമാണ്. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിൽ എങ്ങനെയായിരിക്കാം മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ശ്രുതി പറഞ്ഞല്ലേ, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫേം സംഘടന എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അത് എന്താണ്, ഓർഗനൈസേഷന് എന്തുണ്ടാവും? ഗോൾ ഉണ്ടാവും അല്ലെ, ഒരു ലക്ഷ്യം ഉണ്ടാവും. അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോ എന്ത് ചെയ്യണം? അവിടെ ഇപ്പൊ ഒരു ഫാക്ടറി ആണെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ, എങ്ങനെ പ്ലാൻ ചെയ്യണം അല്ലെ, എങ്ങനെയുള്ള രീതിയിലുള്ള പ്രൊഡക്ഷനുകൾ നടത്തണം. അത് ഫസ്റ്റ് അതിന്റെ പോയിന്റ്, അതിന്റെ ഫംഗ്ഷൻ, മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്, ആസൂത്രണം ചെയ്യുക. അപ്പൊ ഒരു ഫാക്ടറി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സോപ്പ് നിർമ്മാണം ആണെങ്കിൽ എന്താണ്, സോപ്പ് മാനുഫാക്ചറിങ് ആണെങ്കിൽ അവിടെ ഏതൊക്കെ അസംസ്കൃത വസ്തുക്കൾ വേണം, എങ്ങനെയെല്ലാം നമ്മൾ പ്രൊഡക്ഷൻ നടത്തണം, ഏതൊക്കെ ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കണം അല്ലെ, അതിന് നമ്മൾ ഏതൊക്കെ റോ മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവരണം. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ്, പ്ലാൻ ചെയ്യാം, ആസൂത്രണം ചെയ്യാം. അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യാം അല്ലെ, സംഘടിപ്പിക്കാം എല്ലാ കാര്യങ്ങളും. അത് ഇപ്പൊ മാനേജർ മാത്രം ഉണ്ടെങ്കിൽ അത് ആ ബിസിനസ് സക്സസ്ഫുൾ ആവോ? കൂടെ ആരൊക്കെ വേണം? റോ മെറ്റീരിയൽസ് വേണം, സപ്ലയേഴ്സ് വേണം അല്ലെ, കുറെ കാര്യങ്ങള് അത് സംഘടിപ്പിക്കേണ്ടതുണ്ട് അല്ലെ, ഓർഗനൈസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ സ്റ്റാഫിങ് അല്ലെ, സ്റ്റാഫിങ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഓർഗനൈസേഷന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ് സ്റ്റാഫിങ് എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ ലീഡ് ചെയ്യാം, അവർക്ക് വേണ്ടതായിട്ടുള്ള സൂപ്പർവിഷൻ കൊടുക്കാം, ഗൈഡിങ്, ഡയറക്ഷൻസ്, എന്ത് സംശയങ്ങളോ എന്ത് പ്രശ്നങ്ങളോ വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ഡയറക്ഷൻ കൊടുക്കാനായിട്ട് തയ്യാറാവണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യാം. ഇതൊക്കെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, നമുക്കൊരു ഫാമിലി, ഒരു അണുകുടുംബം എടുക്കാം, അച്ഛൻ, അമ്മ, 2 മക്കള്. ഓക്കെ, അപ്പോ ഈ അച്ഛൻ എന്ന് പറയുന്നത് എന്താണ്? ആ കുടുംബത്തിന്റെ ഒരു നെടുംതൂണാണെന്ന് പറയാൻ പറ്റും അല്ലെ. അദ്ദേഹത്തിന്റെ കൈകളിലാണ് എന്ത്, ഒരു മാസത്തെ എന്താണ് ആ കുടുംബത്തിന്റെ ചെലവ് കൊണ്ടുപോകുന്ന ആളെന്ന് പറയുന്നത്. അമ്മയ്ക്ക് ചിലപ്പോ ജോലി ഉണ്ടാവില്ല, അപ്പൊ അച്ഛനായിരിക്കും ജോലിക്ക് പോകുന്നത് അല്ലെ. അച്ഛന്റെ ഒരു ഒറ്റ വരുമാനത്തിലാണ് ആ കുടുംബം നിലനിന്ന് പോകുന്നത്. അപ്പോ എന്തൊക്കെ ചെലവ് വരുന്നുണ്ട് ഒരു മാസം പറയാൻ പറ്റുമോ? നമ്മുടെ വീട്ടില് നമ്മളെല്ലാവരും എന്താണ്, ഹൗസ് വൈഫ്മാരാണ് അല്ലെ, ഇല്ലേ? എന്തൊക്കെ ചെലവ് വരും? വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി, അതുപോലെ ഗ്യാസ് അല്ലെ, കൊച്ചുങ്ങളുടെ പഠനങ്ങള്, സ്കൂൾ ബസ് ഫീസ് അല്ലെ, പല പല ഫീകള്, ഇതൊക്കെ വരും അല്ലെ. അപ്പൊ ഇതൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ്? അച്ഛന്റെ ആ വരുമാനത്തിലാണ് പോകുന്നത് അല്ലെ. അപ്പൊ അച്ഛൻ എന്ന് പറയുന്നത് എന്താണ്? ആ കുടുംബത്തെ മൊത്തം മാനേജ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്ന, അതിൽ പല പ്രശ്നങ്ങൾ വരാം, രോഗങ്ങൾ വരാം, അസുഖങ്ങൾ വരാം അല്ലെ. അപ്പൊ അതിന് കൊടുക്കണം. അപ്പൊ അങ്ങനെ പല പല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ കുടുംബത്തെ മൊത്തം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന റോൾ ആർക്കാണ്? അച്ഛനാണുള്ളത്. അപ്പൊ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം മാനേജർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ വീട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ, ആ വീട് അല്ലെങ്കിൽ മക്കളെയും ഭാര്യയെയും കൂട്ടി അത് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, എന്തുണ്ടെങ്കിലും, സന്തോഷമുണ്ടെങ്കിലും ദുഃഖമുണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അല്ലെ, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് ആര്? അച്ഛൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ആ കൺസെപ്റ്റ് ഒക്കെയാണോ? കൊമേഴ്സ് വിഭാഗത്തിൽ പെട്ടവരൊക്കെ ആണെങ്കിൽ അതിന്റെ അറിയാൻ പറ്റും. അല്ലാത്തവരോടാണ് മിസ് ചോദിച്ചത്. ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, ഇത്തിരി ബുദ്ധിമുട്ടാണ് കൺസെപ്റ്റ് പഠിക്കാനായിട്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താണ് അതിനകത്ത് ഏതൊക്കെ റിസോഴ്സസുകൾ, ഏതൊക്കെ വിഭവങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് പറയാൻ പറ്റുമോ? ഏതൊക്കെ വിഭവങ്ങളായിരിക്കാം അതിന്റെ പ്രവർത്തനം സക്സസ്ഫുൾ ആയിട്ട് പോകാനായിട്ട്? ഇപ്പൊ ഒരു സോപ്പ് നിർമ്മാണ കമ്പനി ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സോപ്പ് നിർമ്മാണം മാനുഫാക്ചറിങ് കമ്പനീസ് ആണെങ്കിൽ അതിന് ഏതൊക്കെ വിഭവങ്ങൾ ആവശ്യമായിട്ട് വരും ആ കമ്പനി സക്സസ്ഫുൾ ആയിട്ട് പോകാനായിട്ട്? റോ മെറ്റീരിയൽസ് ഒക്കെ. റോ മെറ്റീരിയൽസ് വേണം. വെരി ഗുഡ്. പിന്നെ ഹ്യൂമൻ റിസോഴ്സ്, എംപ്ലോയീസ് വേണോ അല്ലെ. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ ഷെരീഫ് എന്താ പറഞ്ഞേ? ക്ലിയർ ആയില്ല മിസ്സിന്? മിഷനറീസ്. മിഷനറീസ്, പല മെഷീൻസ് വേണോ അല്ലെ.
ഓക്കെ, എന്തൊക്കെയാണ് ഇനി ഉണ്ടല്ലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മെയിൻ ആയിട്ട് ലാൻഡ് പ്ലേസ് വേണ്ടല്ലോ. ആ, പ്ലേസ് വേണം. ഓക്കെ, പിന്നെന്താ? ഫിനാൻസ് വേണം. ആ, ഇതൊക്കെ വാങ്ങിക്കാനായിട്ടല്ലേ ഇപ്പൊ ലാൻഡ്സ് ആയാലും മിഷനറീസ് ആയാലും റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടതായിട്ട് നമ്മുടെ കയ്യിൽ എന്ത് വേണം? ക്യാഷ് വേണം അല്ലെ, ഫിനാൻസ് വേണം. അതൊക്കെയാണ് വിഭവങ്ങള്. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പ്രവർത്തനം സക്സസ് ആവോ? ആര് വേണം? എംപ്ലോയീസ്. ഷോണിയ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ, എംപ്ലോയീസ് അവിടെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഘടകമാണ് അല്ലെ, ഫാക്ടർ ആണെന്ന് പറയാം. ഇതൊക്കെയാണ് ഇതില് റിസോഴ്സസുകൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആ മേഖലകളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കേട്ടോ. റിസോഴ്സസുകൾ ഓർഗനൈസേഷനിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് റിസോഴ്സസ് എന്ന് പറഞ്ഞാല്. റിസോഴ്സസുകൾ ഇല്ലാതെ ആ ഓർഗനൈസേഷന്റെ ഫങ്ഷൻസ് ഒന്നും നടക്കുകയില്ല. റിസോഴ്സസുകൾ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? എംപ്ലോയീസ് വരും, മിഷണറീസ് അല്ലെ, ക്യാഷ്, ലാൻഡ്, നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ക്ലിയർ ആണോ റിസോഴ്സസ് എന്ന് പറഞ്ഞാല്? ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു അതിനകത്ത് ഈ മാനേജ്മെന്റിനെ കുറെ കാര്യങ്ങളായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ആൻ ആർട്ട് എന്ന് പറയാം, സയൻസ് എന്ന് പറയാം, ആൻ ഓർഗനൈസേഷൻ എന്ന് പറയാം, പേഴ്സൺ എന്ന് പറയാം, ഡിസിപ്ലിൻ ഓർ എ പ്രോസസ് എന്നിങ്ങനെ പലതരത്തില് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോന്നുമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നെക്സ്റ്റ്, അപ്പോ ഇൻട്രൊഡക്ഷനിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ എല്ലാ കാര്യങ്ങളും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് ഒന്ന് വായിച്ചു നോക്കിയേ. മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവരും. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാവരുടെയും കയ്യില്? ഓക്കെ, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യട്ടോ. വായിച്ചു കഴിഞ്ഞാല് കമ്പ്യൂട്ടർ. ഓക്കെ, വായിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും മനസ്സിലായോ? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റോ? ജസ്റ്റ് എന്തെങ്കിലും. മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കല. കലയാണ് അല്ലെ, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കലയാണ്. എന്താ മനസ്സിലായേ വായിച്ചപ്പോ? ഈ സംഘടനയുടെ മാം, സംഘടനയുടെ പ്രവർത്തനങ്ങളൊക്കെ ഒരു ആളുകളിലൂടെ നിർവഹിക്കപ്പെടുന്നു എന്നാണോ? അതെ, വെരി ഗുഡ്. ഓക്കെ, എക്സാമ്പിള് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ആരാണെന്ന് അറിയോ? സ്മാർട്ട് സ്ട്രീയുടെ ആരാ? എക്സാമ്പിളിലൂടെ നമുക്ക് കാര്യങ്ങൾ പഠിക്കാം കേട്ടോ. പ്രസീത മാം ആണ് അല്ലെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പ്രസീത മാം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മാർട്ട് സ്ട്രീയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആളല്ലേ. ഇപ്പൊ ടീച്ചേഴ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും സ്റ്റുഡൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും മാമിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവും? എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും മാമിന്റെ കയ്യിൽ ഒരു പരിഹാരം ഉണ്ടാവും അല്ലെ. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഇപ്പൊ ടീച്ചേഴ്സിന് ഇങ്ങനല്ല, ഇങ്ങനെ ചെയ്യണം, ഇന്നതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷൗട്ട് ചെയ്യുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. എന്താണ് മാം പറയുന്നത്? ഓരോ കാര്യങ്ങളും നമുക്ക് വന്നിരുന്ന് പറഞ്ഞു തരും. ഇങ്ങനെയല്ല, അങ്ങനെയാണ്, പിന്നെ മെത്തേഡിലൂടെ ചെയ്യാം നമുക്ക്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ആര്? അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്.
ഓക്കെ, മാനേജ്മെന്റ് ഒരു ഓർഗനൈസേഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. അപ്പൊ ആ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് എന്താണ്, എന്തെങ്കിലും ആ ഓർഗനൈസേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ടെങ്കിലും ഈ വ്യക്തിയിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത്. ഈ വ്യക്തി പറയുന്നതിലൂടെയാണ്. ഇപ്പോ ഹോസ്പിറ്റലിനായാലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്തവരുണ്ടോ ഈ കോഴ്സിൽ? ഇല്ല. ജസ്റ്റ് ഒന്ന് പറയാം. ഹോസ്പിറ്റലിന് എന്താണ് പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ENT ഉണ്ട്, ഓർത്തോ ഉണ്ട്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കാര്യങ്ങള് നിർവഹിക്കുന്നതും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും ഏതൊക്കെ പോളിസിയിലൂടെ പോകണം, ഏതൊക്കെ പ്രൊസീജിയറിലൂടെ പോകണം എന്ന് തീരുമാനിക്കുന്നത് ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. ഓക്കെ, അവര് പറയുന്നതിലൂടെ അല്ലെങ്കിൽ അവര് റിട്ടേൺ ചെയ്യുന്ന പോളിസിയിലൂടെയാണ് ഈ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷനും ആരുണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഏരിയയുടെ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റർ പറയുന്ന രീതിയിലായിരിക്കണം ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കേണ്ടത്. അപ്പോ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും ഓരോ ഡിപ്പാർട്ട്മെന്റിനായാലും അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസിനായാലും ഓക്കെ, അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അവരുടെ കയ്യിൽ എന്തുണ്ടാവും, സൊല്യൂഷൻ ഉണ്ടാവും. അവര് പറയുന്നതനുസരിച്ച് വേണം പോവാനായിട്ട്. അപ്പോ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് എന്തുണ്ടാവുള്ളൂ, ബിസിനസ്സിന് സക്സസ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു പ്രസിദ്ധ മാം എന്താണ് ഒരു എന്ത് കാര്യം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും മാമിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമിന്റെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അതിലൂടെ നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ സൊല്യൂഷൻ ആളുകളെയൊക്കെ ചിലപ്പോ ഞങ്ങളെയൊക്കെ ദേഷ്യപ്പെടുത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഷൗട്ട് ചെയ്തൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ആ കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഫേമിൽ നിൽക്കാനായിട്ട് നമ്മള് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവോ നിൽക്കാനായിട്ട്? നിങ്ങൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഷൗട്ട് ചെയ്ത് സംസാരിക്കും ഇല്ലേ? അങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന മാനേജറോടോ അല്ലെങ്കിൽ അവിടുത്തെ ആ മുതിർന്ന ആളോടോ നിങ്ങൾക്ക് എന്താണ് താല്പര്യം ഉണ്ടാവില്ല അല്ലെ? അല്ലെങ്കിൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവോ? ഇല്ല അല്ലെ? ആണോ? ഇല്ല. ഓക്കെ, താല്പര്യം ഉണ്ടാവില്ല. അപ്പോ ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ കല അല്ലെങ്കിൽ എന്താണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ കൊണ്ടുപോകുന്നത് എന്താണ്, അഡ്മിനിസ്ട്രേറ്റർ ഒരു പേഴ്സൺ എന്ന നിലയിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതൊരു ആർട്ടാണെന്ന് പറയാൻ പറ്റും. എല്ലാ കാര്യങ്ങളും അല്ലെ, ഇപ്പോ മാമിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിന്റെ കാര്യങ്ങൾ നോക്കാം, സ്റ്റുഡൻസിന്റെ കാര്യങ്ങൾ നോക്കണം, അതുപോലെ തന്നെ PROs, അങ്ങനെ പല പല സെക്ഷനുകളും നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്, മാമിനുണ്ട്. അതൊക്കെ നോക്കി നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും അതൊരു കലയാണ് അല്ലെങ്കിൽ ഒരു ആർട്ടാണെന്ന് പറയാൻ പറ്റും അല്ലെ? ഇത്രയും ആളുകളെ ഇപ്പോ സാറ് പറയാറുണ്ട് എന്താ 20ഓളം വർക്കേഴ്സ് ഉണ്ട് അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകള്, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, ടെക്നിക്കൽ സ്റ്റാഫ്, PROs, അങ്ങനെ പല പല സ്റ്റാഫുകളുണ്ട്. അപ്പോ ഇവരെയൊക്കെ നമ്മൾ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് അവർക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുത്ത് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? മാമിനാണ്. പക്ഷെ മാം എന്ന് പറയുന്നത് എന്താണ്, അപ്പൊ ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു കലയാണ്. അദ്ദേഹത്തിന് അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആർട്ടാണെന്ന് പറയാൻ പറ്റും. ഒരു പേഴ്സണിലൂടെ നമുക്ക് ആ ഓർഗനൈസേഷണൽ സക്സസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പബ്ലിക് റിലേഷൻസ് ഇല്ലേ? നിങ്ങളിപ്പോ എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചു അങ്ങനെ വിളിക്കുകയാണെങ്കിൽ എന്താണ്, നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഓരോരുത്തർക്കും മാമിന് കീഴിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ്, ഉദ്യോഗസ്ഥർക്ക് ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, മോട്ടിവേഷൻസ് കൊടുക്കാം, ഗൈഡൻസ് കൊടുക്കാം അല്ലെ? അങ്ങനെയുള്ള ഡ്യൂട്ടീസുകൾ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാനായിട്ടും പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്, അതുപോലെ മാനേജ്മെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ചസിലൂടെ പോകാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പോ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഒരു ഓർഗനൈസേഷൻ നയിച്ചുകൊണ്ട് പോകുന്നത് അതാണ് പറയുന്നത് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്, ഒരു കലയാണ്. ഒരു വ്യക്തിയിലൂടെ നമ്മൾ ഓർഗനൈസേഷൻ സക്സസ് ലഭിക്കുക എന്നത് എന്താണ്, ആ വ്യക്തിക്ക് അത്രയും മാത്രം ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും അല്ലെ? ആ വ്യക്തിയുടെ ഒരു ആർട്ടാണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? എക്സാമ്പിള് ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വായിച്ചു നോക്കിയേ. മാനേജ്മെന്റ് ആസ് എ സയൻസ് വായിച്ചു നോക്കിയേ. എന്താണ് മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്ന് പറയാനായിട്ടുള്ള കാരണം?
ആക്ച്വലി എങ്കിൽ കമ്പ്യൂട്ടർ ആക്കാം. ഓക്കെ, എന്താ സുജിത മനസ്സിലായേ? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ നമ്മളിപ്പോ ഈ കോമേഴ്സ് സ്റ്റുഡൻസ് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതൊന്ന് മനസ്സിലായത് സയൻസ് എന്ന് പറയുന്നത് തന്നെ, സയൻസിൽ തന്നെ നമ്മൾ ഒരുപാട് ഫിലോസഫീസും ലോസും തിയറീസും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ശാസ്ത്ര ശാഖയാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു അക്കാദമിക്കലോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വൈസോ ആയിട്ട് അവിടെ അവരുടെ മാനേജ്മെന്റ് മാക്സിമം ഇവരുടെ തത്വങ്ങളും തിയറീസും ലോസും ഇതെല്ലാം എത്രത്തോളം ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ അത് പ്രാക്ടിക്കലി സക്സസ്ഫുൾ, ആ കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഈ കാര്യങ്ങളെല്ലാം ഒരു അഡ്വൈസ് എന്ന രീതിയിൽ മാനേജ്മെന്റിന് കൊടുക്കുന്ന. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ സ്കൂളുകളിലൊക്കെ വിവിധ സാഹചര്യങ്ങളില് എന്താണ് ഫിലോസഫി, അതുപോലെ റൂൾസുകള്, തിയറീസ്, പ്രിൻസിപ്പിൾസ്, പ്രാക്ടീസുകള്, പ്രോസസ്സുകള് എന്നിവ. അപ്പോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോ ഒരു ഓർഗനൈസേഷൻ നമുക്ക് എടുക്കാം. ഒരു റീറ്റെയിൽ സ്റ്റോർ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു റീറ്റെയിൽ സ്റ്റോർ മാനേജർ അവരുടെ സെയിൽസ് വർദ്ധിപ്പിക്കാനായിട്ട്, ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് ആ സ്റ്റോർസിന്റെ ലേ ഔട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് എക്സാമ്പിൾ മനസ്സിലാക്കാം. റീറ്റെയിൽ സ്റ്റോർ മാനേജർ അവരുടെ സെയിൽസ് വർദ്ധിപ്പിക്കാനായിട്ട് അവരുടെ സ്റ്റോർസിന്റെ ലേ ഔട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നു. ഓക്കെ, ആ ലേ ഔട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വലുതാക്കുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം? ഒരു സയന്റിഫിക് അപ്രോച്ചിലൂടെ, ഒരു ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളിലൂടെ അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങൾ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും? പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ ആ സ്റ്റോപ്പ് വലുതാക്കാനായിട്ട്, ഒന്നുകൂടി വിപുലീകരിക്കാനായിട്ട് ശാസ്ത്രീയമായിട്ട് എക്സ്പീരിമെന്റ്, പല മെത്തേഡ്സുകള്, പല റൂട്ട്സുകള്, പല പ്രോസസ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലുതാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യേണ്ടതായിട്ട് വരും? അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും? പറയാൻ പറ്റുമോ? മെഷീനറീസ് വേണ്ടി വരും, സ്റ്റാഫ്, ടെക്നോളജിക്കൽ വൈസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ വേറെ എന്തെങ്കിലും? മെയിൻ പ്ലേസ് ഇൻക്രീസ് ആക്കേണ്ടി വരും. ഈ വലുതാക്കിയ സ്റ്റോക്ക് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് റീഅറേഞ്ച് ചെയ്യണം നന്നായിട്ട്. വെരി ഗുഡ്. വേറെ എന്തെങ്കിലും ഉണ്ടോ കമന്റ്? ഇല്ല. ഓക്കെ, അപ്പോ സയന്റിഫിക് അപ്രോച്ചിലൂടെ അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണല്ലേ മിസ് ചോദിച്ചത്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഡാറ്റ കളക്ഷൻ. ഓക്കെ, ഡാറ്റ കളക്ഷൻ. എന്തിന്റെയൊക്കെ ഡാറ്റ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും? ഓൾറെഡി ഉള്ള സെയിൽസ് ഡാറ്റ അല്ലെ, സെയിൽ ചെയ്തിരിക്കുന്ന ഡാറ്റ. അതുപോലെ തന്നെ എന്താണ്? ഡാറ്റ ഓൺ കൺസ്യൂമർ ട്രാഫിക് പാറ്റേൺസ്. എന്താണ്? ഇപ്പോ നമ്മളിത് വിപുലീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് നമ്മുടെ അടുത്തേക്ക് എത്താനായിട്ട് സൗകര്യപ്രദമാണോ, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടോ, അല്ലെ? ആ ട്രാഫിക് പാറ്റേൺ അതിന്റെ ആ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ എന്താണ്? പ്രൊഡക്റ്റ് പോപ്പുലാരിറ്റി. പ്രൊഡക്റ്റിന്റെ പോപ്പുലാരിറ്റി അതിനെ കുറിച്ചുള്ള ഡാറ്റകളും കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ഞാനൊരു റീറ്റെയിൽ സ്റ്റോർ മാനേജർ ആണ്. എന്റെ ഷോപ്പ് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? അതെന്താണ്? പല പല മെത്തേഡുകള്, അല്ലെങ്കിൽ പല പല പ്രാക്ടീസിലൂടെയും പോളിസിയിലൂടെയൊക്കെ നമ്മൾ പല സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് മാനേജ്മെന്റ് ആസ് എ സയൻസിലോട്ട് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? കണക്ട് ചെയ്തിട്ട് നോക്കാട്ടോ. കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ? കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ഓക്കെ, ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഡാറ്റ കളക്ട് ചെയ്തു. മനസ്സിലായോ? ആദ്യം സെയിൽസിന്റെ കാര്യങ്ങള് നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്ന ആ സെയിൽസിന്റെ കാര്യങ്ങള്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് എത്താനായിട്ട് അവർക്ക് എന്താണ്, പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് എത്താനായിട്ട്, നമ്മുടെ കടയിലേക്ക് എത്താനായിട്ടുള്ള സാഹചര്യം വരുന്നുണ്ടോ? ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? പ്രൊഡക്റ്റിന്റെ പോപ്പുലാരിറ്റി, അതിനെ കുറിച്ചുള്ള നമ്മളെ ഡാറ്റകൾ കളക്ട് ചെയ്തു. ഇനി അദ്ദേഹം പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അനലൈസ് ചെയ്യും. ദ മാനേജർ അനലൈസ് ദ ഡാറ്റ ടു ഐഡന്റിഫൈ ദ ട്രെൻഡ്സ്. എന്താണ്? ഇപ്പോഴുള്ള ട്രെൻഡ്സുകൾ അല്ലെ, നമ്മളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്?
കാലം പോകുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലെ? അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ അല്ലെ ആണോ? നിങ്ങളൊക്കെ പഴയ പ്രൊഡക്റ്റുകൾ തന്നെയാണോ യൂസ് ചെയ്യുന്നത്? അല്ല, ഏതൊക്കെയാണോ അല്ലെങ്കിൽ ഏതൊക്കെ ഇന്നോവേഷൻസ് വരുന്നുണ്ട്, ഏതൊക്കെ ടെക്നോളജീസ് പുതിയതായിട്ട് വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഫോൺ തന്നെ നമുക്ക് എടുക്കാം അല്ലെ? ഫോണൊക്കെ എന്താ പുതിയ പുതിയ ഇന്നോവേഷൻസ് വരുമ്പോ അപ്പൊ തന്നെ നമ്മൾ വാങ്ങിക്കും അല്ലെ? ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് മാനേജർ എന്ത് ചെയ്യുന്നുണ്ട്? ഡാറ്റകൾ ആദ്യം കളക്ട് ചെയ്തു. അപ്പോ കണക്ട് ചെയ്ത് നോക്കാം ആ മെത്തേഡിലൂടെ, സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള മെത്തേഡിലൂടെ അദ്ദേഹം എങ്ങനെ സക്സസിലേക്ക് എത്താം എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ട്രെൻഡ്സ് അനലൈസ് ചെയ്തു. ഇപ്പോഴെങ്ങനെയാണ് ആളുകൾ യൂസ് ചെയ്ത പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്, ഇപ്പോഴുള്ള ട്രെൻഡ്സ് എങ്ങനെയാണ് എന്നുള്ളത് അനലൈസ് ചെയ്തു. ഇനി എന്താണ് ഹൈപ്പോത്തസിസ്? ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ അനുമാനങ്ങള്. Popular products near the entrance. Okay, near the entrance will increase the sales. എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്ട്സുകള് അദ്ദേഹത്തിന്റെ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാല് എൻട്രൻസ്, കടയുടെ എൻട്രൻസ് ഉണ്ടാവില്ലേ, അവിടെ സ്ഥാപിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ എന്ത് ചെയ്യും? അത് കണ്ടുകൊണ്ട് ആളുകൾ വരാനായിട്ട് തുടങ്ങും അല്ലെ? ഓക്കെ, കണക്ഷൻ കിട്ടിയോ? കിട്ടുന്നുണ്ടോ? ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെരിമെന്റേഷൻ. ഇങ്ങനെയുള്ള വെച്ച് നോക്കി. അപ്പൊ എന്താണ് അത്? എക്സ്പെരിമെന്റേഷൻ ചെയ്തു. The manager test the new layout and track sales data. ഇങ്ങനെയുള്ള ന്യൂ ലേഔട്ടിൽ വ്യത്യാസം വരുത്തി അല്ലെ? പഴയ ലേഔട്ടിൽ വ്യത്യാസം വരുത്തി പുതിയ ലേഔട്ട് രൂപരേഖ മാറ്റി പുതിയ പ്രൊഡക്റ്റുകള്, പോപ്പുലാരിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ എൻട്രൻസിൽ വെക്കാനായിട്ട് തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തു? ഇങ്ങനെ എക്സ്പെരിമെന്റേഷൻ ചെയ്യുമ്പോ ആളുകൾ വരുമോ? അല്ലെങ്കിൽ എന്താ ചെയ്യാം? വരുമോ ഇല്ലയോ? കടയിലോട്ട് വരുമോ? വരും. വന്ന് അത് വാങ്ങിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ അയാള് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ചെയ്തു, വിലയിരുത്തി. എങ്ങനെയാണ് രൂപരേഖ മാറ്റം വരുത്തിയതില് സക്സസ് ആകുന്നുണ്ടോ, പ്രൊഡക്റ്റ് എന്താണ് സെയിൽ ആകുന്നുണ്ടോ, പ്രോഫിറ്റ് കൂടുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്തി. അപ്പൊ എന്താണ് ഈ പ്രോസസ്സിലൂടെ ഇപ്പൊ ഡാറ്റ കളക്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ട്രെൻഡ്സുകൾ അല്ലെ, ഫുൾ ട്രെൻഡ്സുകൾ നോക്കി. അത് കഴിഞ്ഞിട്ട് ഹൈപ്പോത്തസിസ് എൻട്രൻസിൽ വെച്ചു പ്രൊഡക്റ്റുകള്. അതിനുശേഷം എക്സ്പെരിമെന്റേഷൻ, ആളുകൾ സെയിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കി ഇവാലുവേഷൻ നടത്തി. ആ ഇവാലുവേഷനിൽ എങ്ങനെയായിരിക്കാം? സക്സസ് ഉണ്ടാവോ അല്ലെങ്കിൽ ലോസ് ഉണ്ടാവോ? എന്തായിരിക്കാം തീരുമാനം? നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞേ. കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായാലും സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ലിമിറ്റിൽ ഉള്ള വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് അതിന്റെ മേലോട്ടേക്കുള്ള സക്സസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പിന്നെ അവരുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് പിന്നീട് അതിന്റെ സക്സസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് ഇദ്ദേഹം എങ്ങനെയാണ് ഒരു സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡിലൂടെയാണ് അല്ലെ ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്ത് കൊണ്ടുവരുന്നത്? ആണോ? ഡാറ്റ കളക്ട് ചെയ്തു, അതുപോലെ ട്രെൻഡ്സ് നോക്കി, അതുപോലെ എൻട്രൻസ് വെച്ചു അല്ലെ? എൻട്രൻസില് പോപ്പുലർ ആയിട്ടുള്ള ഓരോ മെറ്റീരിയൽസ് വെച്ചു, കസ്റ്റമേഴ്സ് വരുന്നുണ്ടോ നോക്കി, ഇവാലുവേഷൻ വരുത്തി. അപ്പൊ എന്താണ് സക്സസ് ആണെങ്കിൽ നമുക്ക് എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും അല്ലെ? അപ്പൊ ഓരോ മെത്തേഡിലൂടെ ഫോളോ ചെയ്തു പോവുകയാണ് ചെയ്തത്. അതാണ് എന്ത്? മാനേജ്മെന്റ് ആസ് എ സയൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കൺസെപ്റ്റ് ക്യാച്ച് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതാണ് ഓരോ എക്സാമ്പിൾ വൈസ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, മാനേജ്മെന്റ് ആസ് ആൻ ഓർഗനൈസേഷൻ ഒന്ന് വായിച്ചു നോക്കി.
ക്ലിയർ ആണോ? എന്താ മനസ്സിലായ മാനേജ്മെന്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞപ്പോ? മനസ്സിലായില്ല? ഒരു സ്ഥാപനം എന്ന നിലയിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ലക്ഷ്യങ്ങള്, പിന്നെ പ്രവർത്തനങ്ങള്, ചുമതലകള് എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സംഘടനയാണ്. ഇതിന് ഈ എക്സാമ്പിൾ എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല മാം. എക്സാമ്പിൾ പറയുന്നത് സോഷ്യൽ, അതായത് സർക്കാർ മാനേജ്മെന്റിലെ സാമൂഹിക സേവനങ്ങള്, അവർക്ക് വിദ്യാഭ്യാസത്തെയും ആരോഗ്യ സേവനങ്ങളെയും പരാമർശിക്കാൻ കഴിയും. എനിക്കത് ആ എക്സാമ്പിൾ എനിക്ക് ക്ലിയർ ആയിട്ടില്ല, അതൊന്ന് മാം. ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, സുജിത പറഞ്ഞതുപോലെ തന്നെയാണ് മാനേജ്മെന്റ് ആസ് ആൻ ഓർഗനൈസേഷൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഗ്രീൻ ടെക് കമ്പനി ഒരു കാര്യം തീരുമാനിക്കുകയാണ്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഗ്രീൻ ടെക് കമ്പനി തീരുമാനിച്ചു. ഓക്കെ, അവരെന്ത് ചെയ്തു? ഓരോ കാര്യങ്ങൾ, ഇപ്പൊ പ്രൊഡക്റ്റ് ആണല്ലേ, അത് ഫിനിഷ്ഡ്, ഇപ്പോ റോ മെറ്റീരിയൽസ് കൊണ്ടുവന്നു, അത് ഓരോ പ്രോസസ്സിങ് കഴിഞ്ഞ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റാനായിട്ട് കുറെ കാര്യങ്ങൾ ഓവർസീ ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യണം. ഓരോരോ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ ഓർഗനൈസേഷൻ. ഏതൊക്കെയാണ് വരുന്നത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ്, എംപ്ലോയീസ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഡിപ്പാർട്ട്മെന്റുകൾ ഓവർസീ ചെയ്യണം. നമ്മൾ പറഞ്ഞു റോ മെറ്റീരിയൽസ് പ്രോസസ്സിങ് കഴിഞ്ഞ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റാനായിട്ട് കുറേ അധികം പ്രോസസ്സിലൂടെ വേണം പോവാനായിട്ട്. അപ്പൊ ഓരോരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകളുടെ കാര്യമാണ് മിസ് പറഞ്ഞത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതുപോലെ എന്താണ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫിനാൻസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ ഈ എന്താണ് മാനേജ്മെന്റ് ടീം ഓവർസീ ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അല്ലെ. കാരണം എന്താണ്? നമ്മൾ റോ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി കൃത്യമായിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടതായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കണം, അതിന് വേണ്ടതായിട്ടുള്ള സൂപ്പർവിഷൻ പ്രൊവൈഡ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്യാം. അങ്ങനെയുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ആ ഓർഗനൈസേഷനുള്ള മാനേജ്മെന്റ് ടീംസിനാണ്. ഇത്ര കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, ഇനി ഈ പ്രോസസ്സിംഗ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കാം? അവർക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റുമോ? തോന്നിയ സ്ട്രക്ചറിൽ ചെയ്യാൻ പറ്റുമോ? ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവും അല്ലെ, ഓരോ സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറിലൂടെ വേണം നമ്മള് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റാനായിട്ട്. അതിനാദ്യം എന്ത് ചെയ്യണം നമ്മള്? എന്താ ചെയ്യേണ്ടത്? നമ്മള് ആദ്യം ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് തീരുമാനിക്കണം? അല്ലെ, ആദ്യം ഗോൾ സെറ്റ് ചെയ്യാ. ഇനി എന്താണ്? ഇനി അതിനെന്ത് വേണം? നമ്മൾക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റാനായിട്ട് എന്തിട്ടാ വേണ്ടേ? എന്തൊക്കെ കാര്യങ്ങൾ വേണം? റോ മെറ്റീരിയൽസ്, പല പല റിസോഴ്സുകൾ വേണം അല്ലെ. ഫിനാൻസ്, റോ മെറ്റീരിയൽസ്, മെഷീൻസ്, അതുപോലെ തന്നെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? എംപ്ലോയീസ്, റിസോഴ്സസ്. ഓക്കെ, അപ്പൊ അലോക്കേറ്റിംഗ് റിസോഴ്സസ്, ഗോൾ സെറ്റ് ചെയ്തു, അലോക്കേറ്റിംഗ് റിസോഴ്സസ് ഓരോ സ്ട്രക്ചറിൽ വേണം നമ്മൾ പോവാനായിട്ട്. ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്തു? കോർഡിനേറ്റിംഗ് എഫേർട്ട്, അവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. ഓരോരോ കാര്യങ്ങൾ, പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അവരവരുടേതായിട്ടുള്ള തോന്നിയ വഴിക്ക് പോയി കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ പോകാൻ പറ്റുമോ? ഇല്ല. എല്ലാവരെയും ഒരുപോലെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പോവാനായിട്ട്. അപ്പൊ കോർഡിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്? അവരുടെ കാര്യങ്ങൾ അല്ലെ, അവരെങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണോ അവർ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാം. മോണിറ്ററിങ് പെർഫോമൻസ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാ? ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത്. അപ്പോ ഓർഗനൈസേഷൻ എന്തുണ്ട്? ഒരു മാനേജ്മെന്റ് ടീം ഉണ്ടാവും. അവര് എങ്ങനെയാണ് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി, ഒരു റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത്? ഓർഗനൈസേഷന് സ്ട്രക്ചർ ഉണ്ടാവും അല്ലെ. ആ സ്ട്രക്ചറിലൂടെ വേണം, ഫോർമൽ ആയിട്ടുള്ള സ്ട്രക്ചറിലൂടെ വേണം. ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം, അങ്ങനെ ഓരോ പ്രൊസീജിയറിലൂടെ വേണം പോവാനായിട്ട്. മനസ്സിലായോ?
അതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രക്ചറിലൂടെ വേണം പോവാനായിട്ട്. അപ്പൊ മാനേജ്മെന്റ് ആസ് എ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഓർഗനൈസേഷനും എന്തുണ്ട്? ഒരു മിഷൻ ഉണ്ട് അല്ലെ? മിഷൻ ഉണ്ട്, ഗോൾ ഉണ്ട്. അത് സെറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഓർഗനൈസേഷൻ ആരുണ്ട്? മാനേജ്മെന്റ് ടീം ഉണ്ട്. കുറെ കാര്യങ്ങൾ നമ്മൾ സൂപ്പർവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ്? പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ എംപ്ലോയീസ്, ഇവരൊക്കെ സൂപ്പർവൈസ് ചെയ്തിട്ട് വേണം ഓർഗനൈസേഷനെ ഇതിലോട്ട് എത്താൻ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിലോട്ട് എത്താനായിട്ട്. മനസ്സിലായോ? ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്തുണ്ട്? ഓരോ സ്ട്രക്ചർ ഉണ്ട് അല്ലെ? നമ്മളായാലും എന്താണ്? നമ്മളായാലും ഇപ്പൊ ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു കറി വെക്കുമ്പോ അതിനും എന്താണ്? ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ? ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കും, പിന്നെ കടുക് പൊട്ടിക്കും അല്ലെ? പിന്നെ ഉള്ളി താളിക്കും അല്ലെ? അങ്ങനെ എന്താണ്? ഓരോ സ്ട്രക്ചറിലാണ് പോകുന്നത് ഇല്ലേ? അല്ലെങ്കിൽ എന്താണ്? ആദ്യം നമ്മള് സാധനങ്ങൾ കൊണ്ടുപോയിട്ട് പച്ചക്കറികൾ ഇടോ, എന്നിട്ടാണോ ലാസ്റ്റ് ആണോ നമ്മള് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്? അല്ല അല്ലെ? കടുക് പൊട്ടിക്കുന്നത് പിന്നെ ലാസ്റ്റ് ആണോ? അല്ല. ഓരോരോ സ്ട്രക്ചറിലാണ് നമ്മൾ പോകുന്നത് അല്ലെ? അത് ഏതൊരു കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റും. ഓക്കെ ആണോ? എല്ലാം കൂടി ആകെ കൺഫ്യൂഷൻ ആയോ? മാം, അപ്പൊ ഇതില് ഈ എക്സാമ്പിൾസ് പറയുന്നില്ലേ, ഈ മിലിറ്ററി, പോലീസ്, അപ്പോ ഇതിൽ പറയുന്നത് ഇപ്പം മിലിറ്ററി ആയാലും പോലീസ് ആയാലും സ്കൂൾ ആയാലും അവർക്ക് ഓരോ മിഷൻ ഉണ്ടാവും. അപ്പൊ അത് അച്ചീവ് ചെയ്യാനുള്ള ഈ മാനേജ്മെന്റ് സ്കിൽസ് ഉണ്ടാക്കിയെടുക്കുക, അതല്ലേ പറയുന്നത് ബേസിക്കലി? അതെ. പക്ഷെ അത് നമുക്ക് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ആ എക്സാമ്പിൾ? അതുകൊണ്ടാണ് മിസ് പറയാത്തത്. ഈ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ലേ? ഇനി മാനേജ്മെന്റ് ആസ് എ പേഴ്സൺ എന്ന് വായിച്ചു നോക്കിയേ. One second, ma'am. അത് എക്സാമ്പിൾ ഇങ്ങനെയല്ല ഇല്ലേ മാം? ഈ പബ്ലിക് സെക്യൂരിറ്റി മാനേജ്മെന്റ് സർവീസ് കുഡ് റെഫേഴ്സ് ടു ദ പോലീസ് ആൻഡ് മിലിറ്ററി. മീൻസ് പബ്ലിക് സെക്യൂരിറ്റി മാനേജ്മെന്റിന് പോലീസ് പിന്നെ മിലിറ്ററിക്ക് റെഫർ ചെയ്യാന്ന് പറയുന്നതാ. മീൻസ് അതിന്റെ സർവീസും പോലീസ് സർവീസും ഒരേ മാതിരി അങ്ങനെ വിചാരിക്കുന്നത് ഇത്. ബുദ്ധിമുട്ടാണ് ആ എക്സാമ്പിൾ, അതാണ് ഞാൻ പറയാനത് കേട്ടോ. ഇങ്ങനെ പറഞ്ഞു ഞാൻ മാം ഇത് ബെറ്റർ മാം, ഡിപ്ലോമ ബെറ്റർ. ഇത് പറ്റ കൺഫ്യൂഷനാ മാം. എക്സ്പ്ലെയിൻ മീൻസ് അത് എക്സ്പ്ലനേഷനും നമുക്കിപ്പോ മനസ്സിലാവണമെന്നെങ്കിൽ എക്സ്പ്ലനേഷൻ കുറച്ചായെങ്കിൽ മനസ്സിലാവണം. ഇത് എക്സ്പ്ലനേഷനെ ഫുൾ കൺഫ്യൂഷൻ. അതിന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ മൊത്തം കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോ ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ PG ആയാലും നമുക്കത് ടീച്ചേഴ്സ് കുറെ നേരം, ഇപ്പൊ 1 മണിക്കൂർ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ 4 മണിക്കൂർ ഇരുന്ന് വായിച്ച് പഠിച്ചിട്ട് വേണം കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കാനായിട്ട്. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടാണ്. അതിന്റെ കൺസെപ്റ്റ് ഒക്കെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും പ്രിപ്പയർ ആയിട്ട് വരും. പക്ഷെ ക്ലാസ്സിൽ വന്നിരുന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ പഠിച്ചതുപോലെ പറയാനായിട്ട് പറ്റില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ക്ലാസ് എടുക്കുന്നോ? എടുക്കുന്നുണ്ട്. ഗ്രേറ്റ് മാം. ഓക്കെ, HRM ഉണ്ട്, അതുപോലെ അഡ്മിനിസ്ട്രേഷന്റെ PG ഉണ്ട്. അതൊക്കെ അങ്ങനെ അത് കൺഫ്യൂഷൻ വരുന്നത് വെച്ചാൽ മാം, നമ്മൾ പഠിച്ച മീൻസ് ഇപ്പൊ ഡിഗ്രിക്കായാലും നമ്മൾ +2 പഠിച്ചത് വെച്ചിട്ട് ഇത് നോക്കുമ്പോൾ കുറെ മാറ്റം, എക്സാമ്പിൾസ് ഒക്കെ ഭയങ്കര. മീൻസ് ഇപ്പൊ ഈ മാനേജ്മെന്റ് ആൻഡ് സയൻസ് പറയുന്നില്ലേ, അപ്പൊ നമ്മൾ ഈ മാനേജ്മെന്റ് കൺസേൺ എസ്റ്റാബ്ലിഷ് ഈ ഫിലോസഫി, ലോ, തിയറി അതൊന്നും അതിൽ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. മീൻസ് മാനേജ്മെന്റിന് സയൻസ് വരുമ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് തിയറി അതല്ലേ നമ്മൾ അവിടെ പഠിച്ചത്. പക്ഷെ ഇവിടെ വരുമ്പോ അത് കുറെ മാറി. ഇത് കമ്പയർ ഇതിലൊക്കെ സയൻസ് കോമേഴ്സ് ഇപ്പൊ സയൻസ് ഒക്കെ നമ്മൾ ഷിഫ്റ്റ് ആയ ഇവൻ ഷോണിമ പറഞ്ഞ മതി. നമ്മളെ മാനേജ്മെന്റ് മീൻസ് ബിസിനസ് മാനേജ്മെന്റ് ഈസ് ഡിഫറെന്റ്. അതിന് നമ്മൾ സ്കൂൾ മാനേജ്മെന്റ് കമ്പയർ ചെയ്യാം. ബട്ട് ഇത് സയൻസ് ആയിരുന്നോ വന്നത് ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ. ബുദ്ധിമുട്ടുണ്ട്, ശരിയാണ്. അതിലൊക്കെ പണ്ടത്തെ പറയുന്നത് സയൻസ് ടൈം കൊടുക്കി. അപ്പൊ സയൻസ് മനസ്സിലായെങ്കിൽ മൊത്തത്തിലെല്ലാം മനസ്സിലാവും. ഓക്കെ, ഇനി വരുന്ന പോർഷൻസ് ഒക്കെ ഇങ്ങനെ ഞാൻ പഠിപ്പിക്കുമ്പോ
ഞാൻ നിങ്ങൾ ഗ്രേറ്റ്. ഇപ്പൊ മൊത്തത്തില് എല്ലാ സബ്ജക്റ്റും എടുത്തിട്ട് ഇപ്പൊ ആദ്യം PG എടുക്കുമ്പോക്ക് ഓഫ് ഞമ്മ ഇല്ല ആദ്യം ഒരു മാം സബ്ജക്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ വരുന്നു. മിസ് തരുന്ന എക്സാമ്പിൾസ് കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? ഉണ്ട് മാം. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കണോ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ മതിയോ? കൺഫ്യൂഷൻ ആയോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. മാനേജ്മെന്റ് ആസ് എ പേഴ്സൺ തുടങ്ങി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ബുദ്ധിമുട്ടുണ്ടോ? എങ്ങനെയുണ്ട് ക്ലാസ്? എങ്ങനെ എടുത്ത് പോയാൽ മതിയോ? നോ മാം, ഏറ്റവും ഈസി വേയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതേ ടഫ് ആയിട്ടുണ്ട്. എന്നെ ഇന്നും ബെറ്റർ കഴിയാം. നല്ലതാണ് മിസ്, ഇങ്ങനെ തന്നെ പോയാൽ മതി. ക്ലാസ് ബെറ്റർ ഉണ്ട് മാം, ഇങ്ങനെ തന്നെ പ്രശ്നമില്ല. നല്ലോണം ഫാസ്റ്റ് ഒന്നും ഇല്ല, ഓക്കെ മനസ്സിലാവുന്ന മാതിരി ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത്. നോ മാം, ആക്ച്വലി കൺഫ്യൂഷൻ ആയത് ഇന്നലത്തെ ക്ലാസ്സിൽ അപർണ മാം പറഞ്ഞു അതിന് അടുത്ത ക്ലാസ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് എടുത്തോണ്ട് പോവാൻ. ഇത് ഫാസ്റ്റ് PG ക്ലാസ് ഇനും ഫാസ്റ്റ് പോയാലും ഒട്ടും മനസ്സിലാവാനുണ്ടാവില്ല, അതാ കൺഫ്യൂഷൻ ആയത്. നിങ്ങൾക്ക് 1 മന്തിനുള്ളിൽ തീർക്കണം PG. 1 മന്തിനുള്ളില് അങ്ങനെ പറഞ്ഞത് അപർണ മാം പറഞ്ഞത് അങ്ങനെയാണ്. മന്തിനുള്ളിൽ തീർക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അറിയില്ല, കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. 3 months ഉണ്ടെന്നല്ല മാം പറഞ്ഞത്. ഓക്കെ, 4th മൊഡ്യൂളും 5th മൊഡ്യൂളും ആണല്ലോ. മിസ്സിനോട് ചോദിക്കണം, കറക്റ്റ് ആയിട്ട് മിസ്സിനോട് ചോദിച്ച് പറയാം. മിസ് കയറിയിട്ടില്ലല്ലോ PG-യില്? നോ മാം, ഫ്രൈഡേ ക്ലാസ് ജിഷ മിസ്. ഫ്രൈഡേ ആണല്ലേ? ഞാനാ സൈൻ അങ്ങോട്ട് പറയുന്നത്. വേറെന്താ വിശേഷങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രാക്ടിക്കൽ സെഷനെ കുറിച്ച് ആലോചിച്ച് റെക്കോർഡ് ഫിനിഷ് ചെയ്യണം, അസൈൻമെന്റ് ഫിനിഷ് ചെയ്യണം, സർവേ ഫിനിഷ് ചെയ്യണം. ഏറ്റവും ഡിഫിക്കൽട്ടീസ് ഇപ്പൊ അതാ ഇല്ലത്. അതേ ഇല്ല, മൊത്തത്തിൽ ക്ലാസ് മൈൻഡ് ആക്കാനും കഴിയാം. നമ്മള് ഇപ്പൊ ഒരാളിപ്പോ ഡിപ്ലോമക്കാരിപ്പോ മെസ്സേജ് സർവേ ചെയ്തോ, ഇല്ല സർവേ ചെയ്തിട്ട് നമുക്ക് അത് ഓർമ്മ വന്നു. അതിനിടയ്ക്ക് ഒരാൾ ചോദിക്കുന്നു ചാർട്ട് ചെയ്തോ, ചാർട്ടാ ഏത് ചാർട്ട്, എത്രാമത്തെ ചാർട്ട്, ഇതാ ഫുള്ള് കൺഫ്യൂഷനിലാ ഉള്ളത് ഇപ്പൊ 10th ബാച്ച്. മീൻസ് ഡിപ്ലോമക്കാർക്ക് ഞമ്മ പറയുന്നു ഇവർ തന്നെ ബെസ്റ്റ്. മീൻസ് ഒരു ടെൻഷൻ ഇല്ല, PG ഇല്ല, ഒന്നും ഇല്ല, ഡിപ്ലോമയുടെ കാര്യങ്ങൾ ചെയ്തോണ്ട് പോയാൽ മതി. ഇപ്പൊ നമുക്ക് ഇപ്പൊ PG-യും നോക്കണം. ഇനി PG-ന് സെമിനാർ പ്രിപ്പയർ ചെയ്യണം, അതിന്റെ സർവേ ചെയ്യണം, ഇതെല്ലാം തലയിൽ ഇപ്പൊ ഇല്ല. പിന്നെ 4th വരുമ്പോ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടിരിക്കണമെന്ന് ഒരു ഗോളിലുള്ളത്. മീൻസ് റെക്കോർഡ് സീല് സൈൻ കിട്ടിയാലേ ഒരു വാല്യൂ ഇല്ലു, നമ്മ ചെയ്തതിന് ഒരു വാല്യൂവും കിട്ടും. അവിടെ റെക്കോർഡ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ സീലും കിട്ടിയില്ലെങ്കിൽ ഒന്നും കാര്യമില്ല. ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടും ഒരു മീൻസ് പറയുന്ന 100% എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് 1% കിട്ടാത്ത മാതിരി ആവും. അതാ ഇപ്പൊ ടെൻഷൻ. പ്രാക്ടിക്കൽ സെക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? യെസ് മാം, പ്രാക്ടിക്കൽ ജിഷ മിസ്സിന്റെ ഫ്രൈഡേ. ഇനി ഡയറക്റ്റ് കാണുകയോടെ ചെയ്യുമ്പം കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാകും എന്നുള്ളത്. എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ മൊത്തത്തിൽ ഒരു ടേബിളും 2 ടേബിളും പോരാതെയാണ് ഞാൻ ഇരിക്കുന്നത്. ഇവിടെ കുറച്ച് റെക്കോർഡ്സ് ഉണ്ട്, അവിടെ ചാർട്ട് ഉണ്ട്. എന്റെ ഹസ്ബൻഡ് എന്നെ ചീത്ത പറയാത്തില്ല, നീ വന്ന് വീട് വൃത്തികേടായി എന്നാ പറയുന്നത് എന്നോട്. സെയിം അവസ്ഥ തന്നെ മാം എല്ലാരും. BEd പഠിക്കുമ്പോഴും നമുക്ക് 2 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റും സെക്കൻഡും സെമ്മ് കുഴപ്പമുണ്ടാവില്ല. 3rd സെം ആകുമ്പോഴത്തേനും ചാർട്ട്, റെക്കോർഡ്, ലെസൺ പ്ലാൻ ഇതൊക്കെ എഴുതണം. തലയ്ക്ക് പ്രാന്താവും മനുഷ്യന്. ഞാനൊക്കെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് കുട്ടിയും കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോള് ചെറുതായിരുന്നു, 10 വയസ്സുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എഴുതി വെച്ച ചാർട്ടൊക്കെ ആള് വന്നിട്ട് ആൾക്കറിയില്ലല്ലോ, കുഞ്ഞാണ്, എഴുതി ഇങ്ങനെ ബെഡിൽ വെച്ചിട്ടുണ്ടാവും. അതെടുത്ത് ആള് കീറി 3 ചാർട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു കണക്കിനാണ് ഒരു ചാർട്ട് എഴുതി വെക്കുന്നത്. കീറിയിട്ട് വന്നത് ദേഷ്യം. എന്റെ പൊസിഷൻ ഇപ്പൊ അവക്കിപ്പോ 9 month അല്ല മാം.
വരും പെണ്ണ് വേണമെന്ന് പറയും, പെണ്ണ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കളർ പേപ്പേഴ്സ് എല്ലാം കാണുമ്പോ അതും വേണം. റെക്കോർഡ് പകുതി കീറിട്ട് വെച്ചു മാം. റെക്കോർഡല്ല, അസൈൻമെന്റ് ഏതോ ഒന്നും ഫുള്ള് കീരും. അതിന് ആദ്യം ഒട്ടിച്ചിട്ടെല്ലാം എങ്ങനെ അഡ്ജസ്റ്റ് ആക്കി. ഇപ്പൊ ആദ്യം സർവേ ചെയ്യാനിന്ന് റെഡി ആകുമ്പോക്ക് എനിക്ക് പെണ്ണ് വേണം. ഒരു പെണ്ണും തരുന്നില്ല മാം. ചാടി പൊടിച്ച് ഇതാ അവസ്ഥ. ഒരു ബുക്ക് എടുത്തിട്ട് താഴെ വെക്കാൻ കഴിയും. റെക്കോർഡിനെല്ലാം ഇടലാ വെച്ചിട്ടില്ലത് ഉടക്കീരി പോയി ഒരു കാര്യത്തിന് കൊല്ല. ആ അവസ്ഥ അല്ല ഇല്ലത്. ഭയങ്കര ടെൻഷൻ ആയിരിക്കുള്ളൂ സമയത്ത്. കീറിയിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് നമ്മൾ എഴുതി തയ്യാറാക്കണേ, അതാണ് പ്രശ്നം. ചാർട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് എഴുതാനായിട്ട്. സെയിം മാം. നമ്പർ ചാർട്ട് ചെയ്തിനി. നമ്പർ ചാർട്ട് പകുതി കീറി. ഇപ്പൊ ഹസ്ബൻഡ് ഒരു ഐഡിയ തന്നു. അതിനെ ഫുള്ള് കട്ടാക്കിട്ട് ഒരു ഷേപ്പിൽ കൊടുക്കും. മീൻസ് നീ ഇനി ഫ്യൂച്ചർ ടീച്ചർ എന്തല്ലേ, അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കാണുമ്പോ അട്രാക്റ്റീവ് ഉണ്ടാവും. ചാർട്ട് സ്ക്വയറിലല്ല മറ്റൊരു ഷേപ്പിൽ ഉണ്ടാവും എന്ന് വിചാരിക്കട്ടെന്ന്. ഇപ്പൊ അതിനെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടില്ലേ മാം. അപ്പൊ നമുക്ക് ടൈം അയച്ചത് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കാണാം. സൈൻ ഔട്ട് ക്ലിയർ ആയിട്ടുണ്ടോ? സൈൻ ഔട്ട് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ മാം. നെക്സ്റ്റ് ക്ലാസ് മീൻസ് ആരും ഇതിപ്പോ 10th ബാച്ച് 3-4 നമുക്കറിയും. അവരവരെ ബാച്ച് ആര് എന്ത് ചെയ്യുന്നെന്ന് ഒരാൾക്കും ഐഡിയ ഇല്ല മാം. ആരും കോണ്ടാക്റ്റും ഇല്ലല്ലോ. അപ്പം ഇത് ഇന്നലത്തെ ക്ലാസ്സിലും മാം ഡയറക്റ്റ് ക്ലാസ് തുടങ്ങി. അപ്പൊ വിചാരിച്ചു സൈൻ ഇൻ സൈൻ ഔട്ട് ഇല്ലാന്ന് വിചാരിച്ചു. ഇന്ന് മാം ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു ഫോർ ടുഡേസ് ക്ലാസ് മാം. താങ്ക് യു.